ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിൽ വലിയ അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം എന്തുകൊണ്ടാണ് രാജിവെച്ചത് എന്നുള്ളൊരു ചിത്രം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നുകിൽ രാജി അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് എന്ന് ജഗദീപ് ധൻകറിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ പറഞ്ഞതുകൊണ്ടാണ് രാജി എന്നുള്ളതാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഔദ്യോഗികമായി ആരും പറഞ്ഞിട്ടില്ല. ഇത് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. എന്തായാലും ഈ ജഗദീപ് ധൻകറിന്റെ രാജിക്ക് ശേഷം ആരാകും നമ്മുടെ രാജ്യത്ത് ഉപരാഷ്ട്രപതി എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരിക്കലും ഉപരാഷ്ട്രപതിയായി BJP അല്ലാത്ത ഒരാളെ ചേർക്കരുത്, അതായത് RSSകാരനല്ലാത്ത ഒരാളെ നിയമിക്കരുത് എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ BJPക്ക് ഉള്ളിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ കൃത്യമായി കേന്ദ്രത്തിൻ്റെ നിലപാടുകളോടും നയങ്ങളോടും ചേർന്ന് പോകാനായി സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ജൂലൈ 21 ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലിദ്വീപ് സന്ദർശനത്തിന് ശേഷം ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനമുണ്ടാകും എന്നുള്ള വിവരം നമുക്ക് അന്ന് തന്നെ ലഭിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം മാലിദ്വീപ് സന്ദർശിച്ച് ഇന്ന് തിരിച്ചെത്തി ഇന്ന് തമിഴ്നാട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. NDAയുടെ ഈ സുപ്രധാന യോഗം ഉടൻ നടക്കാൻ സാധ്യതയുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ ഈ യോഗത്തിൽ തിരഞ്ഞെടുക്കും. ലഭിച്ച വിവരങ്ങളനുസരിച്ച് BJP സ്വന്തമായി ഒരു പരിചയസമ്പന്നനായ നേതാവിനെ നിയമിക്കാനാണ് പദ്ധതിയിടുന്നത്. അദ്ദേഹത്തിന് സഖ്യ പങ്കാളി കക്ഷികളുടെ പിന്തുണയും ലഭിക്കും. വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നിൽ നിന്നായിരിക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻകർ രാജിവെച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ഇപ്പോഴും BJP അടക്കം പറയുന്നത്. കാരണം 3 വർഷത്തെ ഭരണകാലത്ത് നിരവധി പ്രതിപക്ഷ പാർട്ടികളായുള്ള വിവാദങ്ങൾ കാരണം അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇന്ത്യയിലെ ചുരുക്കം ചില വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളും ധൻകർ ആയിരുന്നു. ഇതിനു മുമ്പ് VP ഗിരിയും R വെങ്കട്ടരാമനും മാത്രമാണ് രാജിവെച്ചത്. എന്തായാലും ലോക്സഭയിലും രാജ്യസഭയിലും MP മാർ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. നിലവിൽ ഇലക്ട്രൽ കോളേജിൽ ആകെ 782 MP മാരാണുള്ളത്. അതിൽ ഏകദേശം 425 MP മാരുടെ പിന്തുണ NDAക്കുണ്ട്. ഈ വ്യക്തമായ ഭൂരിപക്ഷം NDA സ്ഥാനാർത്ഥിയെ ആ സ്ഥാനത്തേക്ക് ശക്തനായ മത്സരാർത്ഥിയാക്കുന്നു. എന്തായാലും BJPയുടെ സംഘടനാ പാഠവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൂല്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വിപുലമായ രാഷ്ട്രീയ നിയമപരിചയമുള്ള ഒരു നേതാവിനെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള NDAയുടെ തന്ത്രം രൂപപ്പെടുത്തുക. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാറിലും അടുത്ത വർഷം അസമിന് പുറമെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനാൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പ് വർഷങ്ങൾ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാർലമെന്ററി നടപടികൾ രൂപപ്പെടുത്തുന്നതിലും അതുവഴി സർക്കാരിൻ്റെ അജണ്ട നയിക്കുന്നതിലും ഒരു പ്രധാന സ്ഥാനമായിട്ടുള്ള ഉപരിസഭയുടെ സ്പീക്കറായിട്ടുള്ള ഉപരാഷ്ട്രപതി ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാളായിരിക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.